അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉപ്പിലിട്ടതാണ്. അപ്പോൾ നമ്മുടെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഐറ്റംസാണ് എടുത്തേക്കുന്നത്. വെള്ളരിക്ക, നെല്ലിക്ക, ക്യാരറ്റ്, പച്ചമാങ്ങ. വെള്ളരിക്ക എടുക്കുമ്പം നല്ല പിഞ്ച് വെള്ളരിക്ക എടുക്കാൻ ശ്രദ്ധിക്കണം. മാങ്ങ എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ നല്ല പുളിയുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. ക്യാരറ്റ് എടുക്കുമ്പോഴും നല്ല മധുരമുള്ള ക്യാരറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിവിടെ തൽക്കാലം ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ഇത് ഉപ്പിലിടാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി വെക്കണം. വെള്ളത്തിൻ്റെ അളവെന്ന് പറയണത് ഞാനിവിടെ ഈ സൈസിലുള്ള ബോട്ടിലാണ് ഉപ്പിലിടണത്. എന്തെങ്കിലും ഇപ്പോൾ ഇത്രയും ചെറിയ ബോട്ടിലേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് വലിയ ബോട്ടിലാണെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ തിളപ്പിക്കണ വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്തണം. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഒരു 4 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിലിന് കറക്റ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ അതാ 1 ഗ്ലാസ് വിനാഗിരിയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പതുക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യണത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പില്ലെങ്കിൽ സാധാരണ പൊടിയുപ്പായാലും മതി. ഒരു 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുത്തു. ഇനി ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ തന്നെ കഷ്ണങ്ങളിലേക്ക് ചേർക്കുമ്പോൾ പറ്റാവുള്ളൂ. ഒന്ന് ചെക്ക് ചെയ്യാം. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുവാണേ. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ ഇപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിക്കോട്ടെ. ഇത് നമ്മൾ ചൂടോടുകൂടി തന്നെ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു വാടിയ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയിട്ട് ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ആദ്യം നമുക്ക് നെല്ലിക്ക റെഡിയാക്കി വെക്കാം. നെല്ലിക്ക നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ നെല്ലിക്കയൊക്കെ ഞാൻ കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. വെള്ളമയൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി ഈ നെല്ലിക്ക നമുക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിലേക്ക് ഉപ്പും പുളിയും അതേപോലെ തന്നെ എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. നെല്ലിക്കയിൽ ഓരോരോ വര ഉണ്ടാകുമല്ലോ, ആ വരയൊക്കെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ നെല്ലിക്കയെല്ലാം വരഞ്ഞെടുത്തു. ഇത് നമുക്ക് നമ്മുടെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുപ്പി എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പിയായിരിക്കണം. വെള്ളമയൊന്നും ഒട്ടും കാണാൻ പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഉപ്പിലിട്ടത് പെട്ടെന്ന് പൂപ്പൽ പിടിക്കും. അത് കാരണം നന്നായിട്ട് ഉണങ്ങിയ കുപ്പി മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലും എടുക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും എടുക്കരുത്. നമുക്ക് ഓരോരോ നെല്ലിക്കയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുത്തു. ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ക്യാരറ്റ് ഒന്ന് റെഡിയാക്കാം. ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ഇനി നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഇതാ നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ തുടച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം. വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ നിങ്ങൾ വലിയ കുപ്പിയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചെറിയ ബോട്ടിൽ എടുത്തുകൊണ്ട് ഒരെണ്ണം 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. കാരണം ഒത്തിരി വേണ്ട, കാരണം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഇതാ ഈ ഒരു വലിപ്പത്തിൽ. അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞെടുത്തു. ഇത് നമുക്ക് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം അതാ നമ്മുടെ ക്യാരറ്റും ബോട്ടിലേക്ക് മാറ്റി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്ക് വെള്ളരിക്ക റെഡിയാക്കാം. വെള്ളരിക്ക ആദ്യമേ ഒന്ന് കഴുകുക. എന്നിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊന്ന് പീൽ ചെയ്ത് മാറ്റാം. 2 സൈഡും കട്ട് ചെയ്തെടുത്ത് മാറ്റുക. പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം.
വലുപ്പം നിങ്ങളുടെ ബോട്ടിലിനനുസരിച്ച് മാറ്റം വരുത്തുക. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം 3ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ക്യാരറ്റ് കട്ട് ചെയ്ത പോലെ തന്നെ ഇതും ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇത് നല്ല പിഞ്ച് വെള്ളരിക്കയാണ്. പിഞ്ച് വെള്ളരിക്കയാണ് ഏറ്റവും നല്ലത്. ഒരു വെള്ളരിക്ക 4ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഇതിന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇത് നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. ഇതാ വെള്ളരിക്ക റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പച്ചമാങ്ങ. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മാവയിൽ നിന്ന് ഞാനിപ്പോൾ പറിച്ചെടുത്തേ ഉള്ളൂ. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇതിൻ്റെ തൊലി കളയേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ മാങ്ങയുടെ തൊലിക്ക് നല്ല കട്ടിയാണെങ്കിൽ തൊലി എടുത്ത് മാറ്റാം. ഇത് നന്നായിട്ട് തുടച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതാ നല്ല മൂത്ത മാങ്ങയാണ്. ഇതാ നല്ല വിളഞ്ഞ പച്ചമാങ്ങ. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്യണത്. ഇതാ നമ്മുടെ പച്ചമാങ്ങയും സൂപ്പറായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ മാങ്ങയും ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാന്താരി മുളകാണ് യൂസ് ചെയ്യണത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാരണ പച്ചമുളകായാലും മതി. അത് നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കാന്താരി മുളകായ കാരണം ഞാൻ 2-3 ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം കട്ട് ചെയ്യാതെയാണ് ഇടുന്നത്. ഞെട്ടൊന്നും പറിക്കേണ്ട ആവശ്യമില്ല. ഞെട്ടോടു കൂടി തന്നെ ഇട്ട് കൊടുക്കുക. കാന്താരിമുളകിൻ്റെ കൂടെ കാന്താരിമുളകിൻ്റെ ഇലയൊന്നും കാണരുത്. ഇലയൊക്കെ പറക്കി കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇലയുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയാകും. ഇപ്പോൾ കാന്താരിമുളക് ഇട്ട് കൊടുത്തു. ഒരു 3-4 നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എരിവൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. ഒരു ബോട്ടിലൊരു 3 വീതം ഞാൻ ഇടുന്നുണ്ട്. വേണമെങ്കിൽ കാന്താരിമുളകും സാധാരണ പച്ചമുളകും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊന്ന് കീറിയിട്ട് കൊടുക്കുക. കാന്താരിമുളക് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താലും മതി. അപ്പം നമ്മുടെ കാന്താരിമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ തിളപ്പിച്ച് വെച്ചില്ലേ, അതിൻ്റെ ചൂടൊക്കെ ഒരുവിധം ആറിയിട്ടുണ്ട്. അതൊഴിച്ച് കൊടുക്കാം. നമ്മുടെ വെള്ളവും വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പം നമ്മുടെ വെജിറ്റബിൾസ് മുങ്ങിക്കിടക്കണം. ആ ലെവലിന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരാഴ്ച ഇങ്ങനെ ഇരിക്കട്ടെ. ഒരാഴ്ച ആകുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകും. ഉപ്പും അതേപോലെ തന്നെ വിനാഗിരിയുടെ പുളിയും കാന്താരിമുളകിൻ്റെ എരിവും എല്ലാം കൂടി ചേർന്ന് നല്ല സൂപ്പറായിരിക്കും. മിനിമം ഒരു 5 ദിവസമെങ്കിലും അടച്ചു വെച്ചിരിക്കുക. അപ്പം ഞാൻ ഓരോന്നായിട്ട് അടച്ചു കൊടുക്കുവാണ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പിലിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കണതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.